ഗൈസ്, അങ്ങനെ ഇന്ത്യ അണ്ടർ-19 സാഫ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നു എന്നൊക്കെ പറയാം. വീഡിയോ ചെയ്യാനൊന്ന് വൈകിപ്പോയി. ഇന്നലെയാണ് ഈ ഒരു മത്സരം സംഭവിച്ചത്. കുറച്ച് തിരക്കായി പോയി എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്താണെങ്കിലും വിഷയത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണ്ട്ഷിപ്പ് കോട്ട ആൻഡ് മെറിറ്റ് കോട്ട എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്തവണത്തെ സാഫിൽ അണ്ടർ-19 ടീം, ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രകടനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം രഞ്ജൻ ചൗധരി എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു എലിജിബിലിറ്റി ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനെയൊക്കെ മുന്നോട്ട് നയിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. അന്നാണ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കോട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. സാഫിൽ വളരെ കഷ്ടപ്പെട്ട് ആണ് വിജയങ്ങൾ സ്വന്തമാക്കിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ ദുർബലരായിട്ടുള്ള ടീമുകളോട് പോലും കഷ്ടിച്ചുള്ള വിജയങ്ങൾ, എന്നാൽ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനോട് തോറ്റു പുറത്താകുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ ഈ പുതിയ ടീം, ബിബിയാനോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കോച്ചിൻ്റെ അണ്ടറിലുള്ള ടീം, നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ യൂത്ത് ലെവലിൽ എത്രത്തോളമൊക്കെ വർക്ക് ചെയ്യുന്നൊരു പരിശീലകനാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സാഫിലൊരു മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ മത്സരം ശ്രീലങ്കയ്ക്കെതിരെ 8-0 എന്ന് പറയുന്ന വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ് സ്വന്തമാക്കിയത്. അതിനുശേഷം നേപ്പാളിനെതിരെ 4-0 എന്ന് പറയുന്നൊരു സ്കോറിലുള്ള വിജയം. സെമി ഫൈനലിൽ നോക്കിക്കഴിഞ്ഞാൽ മാൽദീവ്സിനെതിരെ 3-0. ഫൈനലിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു ടഫായിട്ടുള്ള ഒരു മാച്ച് കിട്ടിയത് ബംഗ്ലാദേശിനെതിരെ. ആ ഒരു മത്സരത്തിൽ 1-1 ഡ്രോ ആവുകയായിരുന്നു. അതിനുശേഷം പെനാൽറ്റിയിലാണ് മത്സരം നിർണ്ണയിച്ചത്. ആദ്യം ഇന്ത്യ പെനാൽറ്റി മിസ് ചെയ്ത് ബംഗ്ലാദേശ് ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്ന നിമിഷത്തിലാണ് ബംഗ്ലാദേശ് പിന്നീട് 2 പെനാൽറ്റി മിസ് ചെയ്യുകയും ഇന്ത്യ തിരിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് വരികയും സാഫ് ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്ത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ സാഫിലൊക്കെ ഒരു ആധികാരികമായിട്ടൊരു വിജയം തന്നെയായിരുന്നു സ്വന്തമാക്കേണ്ടിയിരുന്നത്. ഈ ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ ഒരു ഗോള് ഇന്ത്യ കൺസീഡ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ പല താരങ്ങളുടെയും വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാനി മീത്തെ, മുഹമ്മദ് ഷാമി, അർബാസ് അങ്ങനെയൊക്കെ പറയുന്ന താരങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പറയണം. അതുപോലെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ തന്നെയായിരുന്നു. പിന്നെ അതിനെനിക്കൊരു വിലങ്ങുതടിയായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. കാരണം നല്ല ഫാൻസ്, നല്ല ക്രൗഡും നല്ല സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആർട്ടിഫിഷ്യൽ ടഫ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു ഫുട്ബോൾ കളിക്കാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിമാണ് കോച്ച് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു തടസ്സം കാരണം അതത്ര എഫക്റ്റീവായിട്ട് വന്നില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം AFC ക്വാളിഫയേഴ്സിൽ വളരെ ഒരു ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് കിട്ടിയിട്ടും നമുക്ക് ഒരു നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്തവണ ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബിബിയാനോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കോച്ചിലുള്ള വിശ്വാസമാണ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ എനിക്ക് കൺസേൺ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ നന്നായിരിക്കും. കുറച്ചിപ്പം അണ്ടർ-19 ഇപ്പോൾ ഇന്നലത്തെ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ പോലും ബംഗ്ലാദേശിൻ്റെ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ പ്ലേയേഴ്സിനേക്കാളിലൊക്കെ നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം പറഞ്ഞല്ലോ ക്വാളിഫയേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും വെസ്റ്റ് ഏഷ്യൻ കൺട്രീസൊക്കെ ആയിട്ടാണ് കളിക്കേണ്ട സാഹചര്യം വരുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ക്വാളിഫയർ വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് ഒരു സ്കോറിൽ ചെറിയ ചില ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ ഒരു ഇന്ത്യൻ ടീമിലും ബിബിയാനോ ഫെർണാണ്ടസിലും ഒക്കെ നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ള കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.